നമസ്കാരം. ഒരു കാലത്ത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന മറുകണ്ഠം ചാടൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ അടുത്ത കാലത്തായി സജീവമായി കൊണ്ടിരിക്കുന്നു. കെ കരുണാകരൻ ലീഡറുടെ മകൾ പത്മജ പോലും മറുപക്ഷത്തെത്തിക്കഴിഞ്ഞു. സർ, നിയമസഭാ ഇലക്ഷൻ അതിന്റെ അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ഏകദേശം രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ മറുകണ്ഠം ചാടുന്നതിന്റെ ഒരു സീസൺ കൂടി ആവും ഇത് എന്നുള്ളൊരു സംശയമില്ല. ഇന്ന് നമുക്ക് ആ വിഷയം ചെറുതായി ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, മറുകണ്ഠം ചാടൽ ഇത്തവണത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അതിന് കാരണം BJP അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കച്ച മുറുക്കി കഴിഞ്ഞു. അതായത് മറ്റുള്ളവരിൽ പിടിക്കാൻ. അതെ, മറ്റു പാർട്ടികളിൽ നിന്ന്, ഇപ്പൊ മറ്റു പാർട്ടികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് കോൺഗ്രസ്, CPM, അതെ, അതിൽ നിന്ന് സാധ്യതയുള്ള ഏതൊക്കെ ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള നടപടികൾ അവര് ആരംഭിച്ചു കഴിഞ്ഞു. അതൊന്നും കുറച്ച് നേരത്തെ തുടങ്ങിയാണ്, ഇപ്പൊ അതിന് ആക്കം കൂടിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ പത്മജ പോയതും അനിൽ ആന്റണി പോയതും അതിന് മുന്നേ തന്നെ അബ്ദുള്ള കുട്ടി ചാടിയതും ഒക്കെ. ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയം വെൽ പ്ലാൻഡ് ആണ്. നാളത്തേക്കുള്ളതല്ല, ഇന്നത്തേക്കുള്ളതുമല്ല, മറിച്ച് കുറെ വർഷങ്ങൾ അങ്ങോട്ട് തള്ളിയാണ് അവർ തന്നെ കാണുന്നത്. ദീർഘവീക്ഷണമാണ്. എടുത്തു ചാടി നാളെ ആകും എന്നുള്ളതല്ല. അപ്പൊ ഇതിനിടയിൽ സന്ദീപ് വാര്യർ പോയിട്ടുണ്ട്. സന്ദീപ് വാര്യർ അങ്ങോട്ട് ചാട്ടം ചാടി. അതൊരു ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് BJPയെ ബാധിച്ചില്ല, പരിക്കേൽപ്പിച്ചില്ലെന്ന് വേണം പറയാൻ. കാരണം സന്ദീപ് വാര്യർ ഇപ്പോ അവിടെ ചെന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന് വേറെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. സന്ദീപ് വാര്യരുടെ കൂടെ സന്ദീപ് വാര്യർ അല്ലാതെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു ഫാക്റ്റായിട്ട് അവിടെ മാറി നിൽക്കട്ടെ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതൽ 1980 മുതൽ ആ പാർട്ടിയുടെ രൂപീകരണം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ വളരെ ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു ബഹളവും ഇല്ല. അത് അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ അവർക്കറിയാം അവരുടെ വിജയത്തിന്റെ ഒരു തലത്തിലേക്ക് എത്തുന്ന ഒരു ടൈമുണ്ട് അവർക്ക്. അപ്പോഴേക്കും അത് എത്തിക്കാന്നുള്ളതാണ്. അപ്പൊ സാർ, അപ്പം സ്വാഭാവികമായും സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ രാഷ്ട്രീയവുമായി ഇത്രയധികം ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ BJPക്ക് സീറ്റ് സാധ്യമാകുന്ന ഒരു ലക്ഷ്യമാണോ വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും BJPക്ക് രണ്ടക്കത്തിൽ കുറയാത്ത സീറ്റുകൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് കാരണം ഒറ്റയ്ക്കുള്ള മത്സരത്തിൽ അതെ, അത് മുന്നണിയാണല്ലോ. എങ്കിലും മുന്നണിയാണെന്നുണ്ടെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥിയുടെ ജയിച്ചു വരാൻ സാധ്യത കാണുന്നുള്ളൂ. പിന്നുള്ളത് BDJS, ശിവസേന, അങ്ങനെ തുടങ്ങിയ കക്ഷികളാണല്ലോ. അപ്പൊ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഒരു രണ്ടക്കം തികയ്ക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ വരുമെന്നാണ് പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ. നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ 20 രണ്ടാം സ്ഥാനത്തായിരുന്നു ലോക്സഭ. അതെ, അതില് 11 ഇടത്ത് ഒന്നാം സ്ഥാനത്താണ്. അതെ, ഒന്നാം സ്ഥാനം. 11 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും 20 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും വന്നു. ഈ രണ്ടാം സ്ഥാനത്ത് വന്നത് ചെറിയ മാർജിനിലാണെന്ന് ഓർക്കണം. വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. അതുകൊണ്ടാണല്ലോ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഞാനത് നടപ്പിലാക്കിയ മടങ്ങൂ. വലിയ ഇച്ഛാശക്തിയുള്ള നേതാവാണ്. അപ്പൊ അതാണ്. അപ്പൊ ചാട്ടം ധാരാളമായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. സാർ, ഈ ചാട്ടവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപക്ഷെ വിശ്വാസയോഗ്യം അല്ലെങ്കിൽ പോലും ഈ CPI CPM-ൽ നിന്ന് മറുപക്ഷത്തേക്ക് ചാടുന്നവർ തുലം കുറവാണ്. അതെ. അതിനിടയിൽ നമ്മുടെ EP ജയരാജൻ സഖാവിനെ കുറിച്ച് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അദ്ദേഹത്തെ പരിപൂർണമായും പാർട്ടിയിൽ ഇങ്ങനെ ഒതുക്കി നിർത്തുന്നതായി അങ്ങനെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്നവർക്ക് തോന്നി തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്താണ് സാറിനൊരു കാഴ്ചപ്പാട്? സാറേ, EP-യെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ EP കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ ഒരു നേതാവ് തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ. അപ്പൊ EP ഈ ഒരു കരുത്തനായ നേതാവായിട്ട് നിൽക്കുമ്പോൾ EP ശുദ്ധനാണ്. EP പെട്ടെന്ന് പിണങ്ങുന്ന ആളാണ്, സെൻസിറ്റീവാണ്. പക്ഷെ EP-യെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു നല്ല തട്ടിയും കറുത്തിരുണ്ട് ഇങ്ങനെ സംസാരമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പിറവത്ത് നടന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമ്മുടെ TM ജേക്കബ് സാറിന് മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചത് EP-യാണ്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത്. അതെ, ആ സമയത്ത് ഞാൻ മാധ്യമരംഗത്തുണ്ട്. ഞാൻ ഒട്ടേറെ തവണ EP-യുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സ് വായിക്കാൻ പറ്റിയ ഒരാളാണ്.
പക്ഷെ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുമായി എങ്ങനെയാണ് അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഉള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ടില്ല. ചിരിക്കുന്ന മനുഷ്യനാണ്. സൗഹൃദങ്ങളെ എപ്പോഴും അതിൻ്റെതായ ഒരു ട്രാക്കിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ പാർട്ടി നയങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാത്തതാണ്. അത് നമുക്കറിയാം. കാരണം 86-ൽ എം വി രാഘവനെ പുറത്താക്കുന്നു. എം വി രാഘവനാണ് EP-യുടെ ഗുരു. അത് ശരി. എം വി രാഘവന്റെ ശിഷ്യനാണ്. അദ്ദേഹം വരുന്നത് കേരളത്തിൽ അന്ന് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, അന്ന് SFI ആയിട്ടില്ല, SFI വന്നിട്ടില്ല, KSF ആണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് കാലെടുത്ത് വെക്കുന്നതും. പിന്നെ അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിൽ ഒരു വളർച്ച, ആ വളർച്ചയ്ക്ക് കൈത്താങ്ങായത് എം വി രാഘവനാണ്. പക്ഷേ എം വി രാഘവനെ 86-ൽ മറ്റേ ബദൽ രേഖയുടെ ആരോപണം വരികയും ബദൽ രേഖ അവതരിപ്പിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ഇടതുപക്ഷ ഇതര രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ധാരണയുണ്ടാക്കാം എന്ന ഒരു ബദൽ രേഖ എം വി രാഘവൻ പാർട്ടി ഫോറത്തിൽ അവതരിപ്പിക്കുകയും അതിനെതിരെ വലിയ വിവാദം ഉണ്ടാകുകയും അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോഴും തന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാള് എന്ന ഒരു പരിഗണനയിൽ എം വി രാഘവൻ EP-യുടെ ഭാഗത്തുനിന്ന് ഒരു പരിഗണന ഉണ്ടായില്ല. EP-യോട് ഉറച്ചു നിൽക്കുകയായിരുന്നു. പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കും, പാർട്ടി നിലപാടിനൊപ്പം. അവിടെ നിന്നാണ്. പക്ഷെ സാറ് ഞാനൊന്ന് ഇടയ്ക്ക് അന്ന് എം വി രാഘവനൊപ്പം ഈ ജയരാജൻ സഖാവ് പോയിരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റങ്ങളുണ്ട്. CPM-ന്റെ കണ്ണൂരെ അടിയൊഴുക്കുകൾ വല്ലാതെ ബാധിച്ചേനെ. CPM വല്ലാതെ ബാധിച്ചേനെ. പക്ഷെ പോയില്ല, ശക്തമായിട്ട് ഉറച്ചു വന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്ന സമയത്താണ് EP പിന്നെ ഒരു മൂവർ സംഘത്തിന്റെ ഒരു പ്രധാനിയായി മാറുന്നു. പിണറായി വിജയൻ, കണ്ണൂർ ലോബി, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, EP ജയരാജൻ. ഈ മൂവർ സംഘമായിരുന്നു പാർട്ടിയെ ശക്തമായിട്ട് മുന്നോട്ട് നയിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് EP-ക്കെതിരായി ധാരാളം ആരോപണങ്ങൾ എവിടെ നിന്നൊക്കെയോ സൃഷ്ടിക്കപ്പെടുന്നു. അതിനകത്ത് വസ്തുത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. സാർ അതിന്റെ ഞാൻ മറ്റൊരു വിശകലനത്തിലൂടെയാണ് സാർ, അത് പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ സത്യം? തീർച്ചയായിട്ടും. അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന ആരോപണം രാജീവ് ചന്ദ്രശേഖർ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും EP-യുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതിനു മുമ്പ് വന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കറും കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെയാണ്. അതിനിടയിൽ ആത്മകഥ. അതിനിടയ്ക്ക് ആത്മകഥ വന്നു. അപ്പൊ ഇതിലൊക്കെ ഇപ്പൊ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഈ വിവാദം കുത്തിപ്പൊക്കിയത് എവിടെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പൊ വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ വിവാദത്തിന്റെ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ഒരു വിവാദം കുത്തിപ്പൊക്കേണ്ട കാര്യം BJP-ക്ക് ഇല്ല, ഒരു കാരണവശാലും ഇല്ല. BJP-ക്ക് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടവും ഇല്ല. പിന്നെ കോൺഗ്രസിന് വേണമെങ്കിൽ ആകാം, പക്ഷേ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇടതുപക്ഷ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്നത്. അപ്പൊ അത് വെച്ച് കണക്കാക്കുമ്പോൾ CPM-ൽ തന്നെ ഒരു ലോബി ഇതിനോടൊപ്പം EP-ക്കെതിരായിട്ട് ഉണ്ട്. വൈദേഹ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം, ആ വിവാദത്തിലേക്കാണ് പ്രകാശ് ജാവ്ദേക്കറിന് എന്റെ ഭാര്യയ്ക്കോ പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിനോ ഒക്കെ ഇതിനകത്ത് ബന്ധമുണ്ട്, അവന് ഷെയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ EP-യുടെ ഭാര്യ അതിൽ ഷെയർ ഹോൾഡറാണ്, ഈ റിസോർട്ടിൽ ബിസിനസ്സിൽ പാർട്ണറാണ്. അപ്പൊ അതിൽ മറ്റുള്ളവർക്കൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു. സാറേ ഇപ്പൊ ഞാൻ പറയട്ടെ, അദാനിയുടെ ഗ്രൂപ്പിൽ ഷെയർ എടുക്കുന്നു പാർട്ടി നോക്കിയിട്ടാണോ? അദാനിയുടെ ബന്ധുക്കളാണോ? അല്ല, ഒരു ബിസിനസ്. ആ ബിസിനസ്സിനകത്ത് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ഉണ്ടാകാം. EP-ക്കല്ലല്ലോ ഷെയർ ഉള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ വേണ്ടി അത് ഇല്ലെന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇത് അനാവശ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വിവാദമാണെന്ന് പറയുന്നു. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, EP-ക്കെതിരായിട്ട് ഒരു ലോബി CPM-ന്റെ ഉള്ളിൽ തന്നെ ശക്തമാണ്, 100% ശക്തമാണ്. ഒരു പുറത്താക്കൽ വരെ അത് ആ കളി തുടരും, ആ തലത്തിലേക്ക് എത്തി. ഇപ്പൊ പുസ്തകത്തിന്റെ വിവാദം DC-യിലാണല്ലോ പുസ്തകം അടിക്കാൻ കൊടുത്തത്, ആത്മകഥ പരിപ്പൂടെയും കട്ടൻ. അതെ അത് എങ്ങനെ പുറത്തെത്തി? അത് ആർക്കാണ് പുറത്തെത്തിക്കേണ്ട ആവശ്യം? അതും EP-യുടെ ആത്മകഥ ഈ പുറത്തെത്തിച്ച് അത് പ്രസിദ്ധീകരിക്കുന്ന വിവാദം ആർക്കാണ്? തെരഞ്ഞെടുപ്പ് സമയത്ത് ആർക്കാണ് അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പാളയത്തിൽ തന്നെയാണ് പട, പുറത്തുനിന്നല്ല. അപ്പൊ ദേശാഭിമാനിയായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളും ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിന്റെ പ്രൂഫ് നോക്കാനോ എഴുതാനോ ഒക്കെ ആയിട്ട് അത് ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പൊ ആ തലത്തിലേക്കൊക്കെ അതിനെ നമുക്ക് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്.
ഇപ്പൊ തന്നെ അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറേണ്ടി വന്നു. നേതൃത്വമില്ലാതെയായി, എവിടെയും അല്ലാതെ. ശക്തനായ നേതാവാണ്, കാര്യപ്രാപ്തിയുള്ള നേതാവാണ്. ഒരിക്കലും CPM കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു നേതാവല്ല. സാർ, ഇത് പറയുമ്പോ CPM-ലെ ചില നേതാക്കളാണ് ഇദ്ദേഹത്തിനെതിരെ തിരിയുന്നതെന്ന് കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമാണ്. പക്ഷെ അണികൾക്കിടയിൽ EP-ക്കുള്ള ഒരു ജനസമ്മിതി ഇപ്പോഴും വളരെ വലുതാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അതിനെ എന്തായാലും കുറച്ച് കാണാൻ ഒരു കാരണവശാലും കണ്ണൂരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ച് EP-ക്കുള്ള, അതുകൊണ്ടാണല്ലോ EP-യെ ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം കുറച്ചാൾ പിണങ്ങി ഇവിടെ നിന്നു. അദ്ദേഹം പിണക്കത്തിന്റെ ആളാണ്, അദ്ദേഹം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് പിണക്കത്തിന്റെ ആളാണ്, ഇത്തിരി മനോവിഷമം ഉണ്ടാകുന്ന ആളാണ്. അപ്പൊ മാറി നിന്ന ശേഷവും അനുനയിപ്പിച്ച് അദ്ദേഹത്തെ കണ്ണൂരെ പാർട്ടിയുടെ പൊതുപരിപാടികളിൽ മുന്നിൽ നിർത്തേണ്ടതായ ഒരു സാഹചര്യം പാർട്ടിക്കുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് അതുണ്ടായത്? CPM-നെ സംബന്ധിച്ച് ഏത് വലിയ നേതാവിനെ ആയാലും പുറത്താക്കുന്നതിനകത്ത് യാതൊരു മടിയില്ലാത്ത MP രാഘവൻ ശക്തമായ നടപടി എടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. അതൊരു നല്ല നിലപാടുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ എന്തുകൊണ്ട് EP ജയരാജന്റെ പേരിൽ പെട്ടെന്നൊരു നടപടി എടുക്കാൻ സാധിക്കുന്നില്ല പാർട്ടി? അപ്പോ സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ സഖാവിന്റെ കൂടെ എക്കാലവും ചേർന്ന് നിന്നൊരാള്. അപ്പൊ EP-ക്ക് അഥവാ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കകത്തുനിന്ന് ഒരു ചെറിയ ഒതുക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടിയേരിയുടെ ഭരണശേഷമാണ്. കോടിയേരിയുടെ വിയോഗത്തിന് ശേഷമാണ് EP-ക്കെതിരായിട്ടുള്ള ഈ പടയൊരുക്കം പാർട്ടിക്കകത്തുണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിജയിച്ചത് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും അത് വിജയിച്ചത്. അപ്പൊ അവിടെയൊന്നും EP-യെ CPM രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിൽ തന്നെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. നമുക്കറിയാം 95-ലാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. അദ്ദേഹം ജലന്ധറിലെ കോൺഗ്രസിൽ പല ആരോപണങ്ങളുണ്ട്. അതില് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത് ആന്ധ്രയിൽ വെച്ചാണ്. ആന്ധ്രയിൽ വെച്ച് വെടിയേറ്റ ശേഷം വന്ന കഥകള് MP രാഘവനും K സുധാകരനും കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചന. വിക്രംചാലി ശശി എന്ന് പറയുന്ന ശിവസേനക്കാരനായിരുന്നു. വിക്രംചാലി ശശി ശിവസേനയുടെ നേതാവായിരുന്നു. അവിടെ കൊല്ലപ്പെട്ടു. അയാളെ പിന്നീട് കൊല്ലുന്നു. അപ്പൊ ഈ ഗൂഢാലോചനയുള്ളതായിരുന്നു ആദ്യത്തെ കേസ്. അങ്ങനെ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്നു. കേസ് മുന്നോട്ട് പോയ സമയത്ത് തുടർ അന്വേഷണത്തിൽ MP രാഘവനടുത്ത് പങ്കില്ലെന്ന് പറയും. അത് ആയിക്കോട്ടെ. അപ്പൊ അത് ഒരു സംഭവം നടന്നുകൊണ്ട് മാറി. ഇപ്പോഴും ഈപ്പയുടെ കഴുത്തിലിരിക്കുകയാണ് വെടിയുണ്ട. ഈ വെടിയുണ്ട കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് നീക്കം ചെയ്യാൻ പറ്റില്ല. നീക്കം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും അതും വെച്ചുകൊണ്ടാണ്, ആ വെടിയുണ്ടയും വഹിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലനിൽക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന. അതെ. അപ്പൊ അതില് കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ ഒരു പിന്നോക്കം തള്ളുന്ന ഒരു സ്വഭാവം ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ അതിലിപ്പോ CPM-നെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് CPM തീരുമാനമെടുക്കുകയാണ്. ഇയാളെ കൊള്ളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. RSS പോലെയാ. RSS-നകത്ത് അതുപോലെ സംഘം ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ തീരുമാനം എല്ലാവരും അതിനെ ശിരസ വഹിക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനമൊന്നും EP-യുടെ കാര്യത്തിൽ എടുക്കാൻ എന്തായാലും CPM-ന് സാധിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നില്ല. സാർ, അവിടെയാണ് എന്റെ ഒരു സംശയം. ഈ EP ജയരാജൻ എന്ന പാർട്ടി സഖാവിനെ ഇങ്ങനെ പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഒതുക്കി വളരെ മൂലക്കിരുത്തിയേക്കുന്ന ഒരു അവസ്ഥയാണ്. നിയമസഭാ ഇലക്ഷനുകൾ ഒക്കെ വരികയും ചെയ്യുന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ EP-യുടെ ഒരു പഴയ തരംഗം ഇനി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. അപ്പോ ഇപ്പൊ ഈ കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന വിവാദമൊക്കെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു കാണിക്കണം എന്നുള്ള ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ പാർട്ടിയുടെ വളരെ നിർണായകമായ യോഗങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, EP-യെ പോലെ ഉള്ള ഒരു നേതാവ് ഇപ്പോ കണ്ണൂരിൽ ലോബിയാണെന്ന് നമ്മൾ പറയും. CPM-നെ സംബന്ധിച്ച് കണ്ണൂർ ലോബി എന്ന് പറയുമ്പോഴും ഈ കണ്ണൂരായിക്കോട്ടെ കണ്ണൂരിന്റെ പുറത്തായിക്കോട്ടെ EP ജയരാജന്റെ ഒരു സാന്നിധ്യം CPM-ന് അനിവാര്യം തന്നെയാണ്. അനിവാര്യമാണ്. ശക്തിപ്പെടുത്തുക തന്നെയാണ്. കാരണം അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ അടഞ്ഞു കിടന്ന എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അദ്ദേഹം തുറന്നു. പൂട്ടിപ്പോയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതേപോലെ തന്നെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നതിന് പുനരുജ്ജീവിക്കാൻ അദ്ദേഹം കഴിഞ്ഞു. പിന്നെ ബന്ധു നിയമന വിഭാഗത്തിലൊക്കെ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഏതൊരു സ്ഥാനത്ത് ഇരിക്കുന്നു അവിടെ വിവാദം കൊണ്ടുവരും. ബന്ധു നിയമനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മന്ത്രിസ്ഥാനത്തു നിന്ന് പുറത്തായി. BJP ബന്ധത്തിന്റെ പേരിൽ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് LDF കൺവീനർ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കും, ഒരാളിന്റെ പിന്നാലെ
ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു 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 കാഴ്ച അദ്ദേഹത്തിനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കാരണം ഇപ്പൊ ഈ ഒരു CPM പോലെ ഒരു പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കാതെ ചെയ്യില്ല. നന്നായിട്ട് പഠിക്കാതെ CPM ഒരു തരത്തിലുള്ള നടപടി സഖാവിന്റെ പേരിലും ഒരു നടപടി എടുക്കില്ല. എന്തൊക്കെ ആരോപണം വന്നോട്ടെ, അങ്ങനെ ഒരു പക്ഷെ EP-യുടെ കാര്യത്തിൽ അത് പാലിക്കപ്പെട്ടു എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ തന്നെ LDF കൺവീനറായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. ആ സമയത്താണ് വിവാദം വരുന്നത്. ഈ വിവാദം വന്നപ്പോൾ പാർട്ടി വേണ്ട രീതിയിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അന്വേഷണം നടന്നോ? ഇല്ല, ഒരു അന്വേഷണം നടന്നില്ല. പെട്ടെന്ന് തീരുമാനം എടുക്കായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് പാർട്ടി കമ്മീഷൻ വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു സാധാ മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടി പ്രവർത്തകനെ പോലും നീക്കം ചെയ്യണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട്, പ്രോസസ് ഉണ്ട് CPM-ന്. അല്ലാതെ ചുമ്മാ നാളെ നീ വരേണ്ടതെന്ന് പറയാൻ പറ്റില്ല പാർട്ടിക്ക്. അപ്പൊ അത്ര സ്ട്രിക്റ്റ് ആയിട്ടും കാര്യക്ഷമമായിട്ടും കൃത്യനിഷ്ഠയോടും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അതേ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് വരുന്ന ബന്ധു നിയമനം എന്ന് പറഞ്ഞ ഒരു ആരോപണം വരുന്നു. അപ്പൊ അതിനെ വേണ്ട രീതിയിൽ ഒരു അന്വേഷണം നടത്താതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിട്ട് അന്നും ചർച്ചകൾ വന്നു. ഇപ്പോഴും അതന്നെ സംഭവിച്ചു. അപ്പൊ എന്തോ ഒരു കരട് ഇദ്ദേഹത്തിൽ കാണുന്നു. സമ്മർദ്ദത്തിന് ഇപ്പൊ പിന്നെ പിണറായി സഖാവ് എപ്പോഴും കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അദ്ദേഹം പോലും കൈവിടുന്ന സാഹചര്യത്തിലേക്ക് LDF കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്തു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അത്തരത്തിൽ ശക്തമാണ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ലോബി എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നുമാണ് അദ്ദേഹം ഇങ്ങനെ പടിപടിയായി ഉയർന്നു വന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതില് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, പാർട്ടിയെ പല പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിർത്തിയ ആളോട് കൂടിയാണ് EP. കാരണം എന്ന് പറയുന്നത് കണ്ണൂർ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലാണ് ചേരിതിരിവുണ്ടാകുന്നത്. ഇങ്ങനെ VS-ഉം പിണറായി പക്ഷങ്ങൾ എന്ന തരത്തിലേക്ക് രണ്ട് ചേരി രൂപാന്തരപ്പെടുന്നു. ആ ചേരി രൂപാന്തരപ്പെട്ടപ്പോ ആ ചേരിയെ VS പക്ഷത്തിൽ ഉണ്ടാകുന്ന ചേരിയെ ഇല്ലാതെയാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്താൻ ഇപ്പുറത്ത് നിർത്താൻ പിണറായി ഉൾപ്പെടുന്ന ആ ഒരു ഔദ്യോഗിക പക്ഷത്ത് ശക്തമായി നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ പങ്കുവച്ചിട്ടുണ്ട്. അത് പാർട്ടിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പാർട്ടി അണികൾ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ വന്ന സമയത്ത് തൃശ്ശൂര് VS പക്ഷം ആധിപത്യം ഉറപ്പിച്ചു തൃശ്ശൂർ ജില്ല. ആ സമയത്ത് അവിടെ വിഭാഗീയത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ആ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അന്നും വിശ്വസ്തനായ EP ജയരാജനെയാണ് തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറി ആയിട്ട് അന്ന് നിയമിച്ചത്. അതുപോലെ അദ്ദേഹം കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ പല സമയത്തും പാർട്ടിക്കുള്ളിൽ ചില ചേരിതിരിവുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി പല കോണുകളിലും പരിശ്രമം നടന്ന സമയത്ത് ശക്തമായിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്ത് നിലയുറപ്പിച്ച് അതിനെ നിലനിർത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പാർട്ടി അണികളുടെ ഇടയിൽ ഈ സ്വാധീനം നിലനിർത്താൻ സാധിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവ്, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നത്. ചെറിയ പോസ്റ്റുകളല്ല, വളരെ സമുന്നതനായ നേതാവാണ്. അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, EP ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു CPM ചിന്ത ആ തലത്തിലേക്ക് വന്നാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപകടം ചെയ്യും. അത് BJP പോലുള്ള പാർട്ടികൾ മുതലെടുക്കും. അത് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ BJP-യിലെങ്ങും പോവില്ല. ഇതൊക്കെ പറഞ്ഞു പരത്തുകയാണ്. അദ്ദേഹത്തിന് എതിരായി ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ടുവരാമോ അതെല്ലാം കൊണ്ടുവന്ന് സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റാത്ത തരത്തിലുള്ള ആക്ഷേപം വരെ കൊണ്ടുവന്നിട്ട് അടിക്കാനുള്ള വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. കലുഷിതമാകുന്ന കേരള രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യുക തന്നെ വേണം. രാഷ്ട്രീയ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. നമസ്കാരം.